നല്ല നേരം, നല്ല ദിവസം, നല്ല കണി ഇതൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ ഇന്നൊരു നല്ലൊരു ദിവസമാണ് കേട്ടോ. നല്ലൊരു ദിവസം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അതും 80 കൊല്ലമായി നമുക്ക് സ്വതന്ത്രം കിട്ടിയിട്ടില്ലേ. അപ്പോൾ ഇന്ന് ഇതാക്കണം ഞങ്ങളിങ്ങോട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളെന്ന് പറയുമ്പോൾ നമ്മളെ ക്ലബ്ബുകാരും നമ്മളെ നാട്ടുകാരും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് നല്ല വലിയതായിട്ട് തന്നെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ഓരൊക്കെ എപ്പോഴോ പണി തുടങ്ങിയിട്ട് ഞാൻ പോയപ്പോൾ ഇതാക്കണം 6:30 മുതലാണ് നമ്മളെ വീഡിയോ സ്റ്റാർട്ടാക്കുന്നത്. ഏതായാലും നമ്മളെ നാട്ടിലത്തെ വിശേഷങ്ങൾ, നമ്മൾ ഈ ഒരു നാട്ടിൻപുറത്ത് ചെറിയൊരു നാട്ടിൻപുറമാണ്. ആ ഒരു നാട്ടിൻപുറത്തെ വിശേഷങ്ങൾ നമ്മൾ ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേ എങ്ങനെ ആഘോഷിച്ചു നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഇട്ട് തുടങ്ങിയാണ്. ഇങ്ങനൊരു വീഡിയോ ഞാൻ ആദ്യമായിട്ട് കണ്ടെടുക്കുന്നത്, എല്ലാവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏതായാലും തുടങ്ങുക അല്ലേ. പായസെല്ലാം ഉണ്ടാക്കണേ. പിന്നെ ഇന്നത്തെ ദിവസം ഇതാക്കണം നല്ല മഞ്ഞുള്ള ഒരു ദിവസം തന്നെയായിരുന്നു അല്ലേ. നല്ല രസം ഉണ്ടായിരുന്നു കാണാനും ഒക്കെ ആയിട്ട്. വീഡിയോ എടുക്കാൻ തന്നെ നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മഴ ആ ഒരു ഇത്തിരി മാറി നിന്നും തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ഓണത്തിന് അടുപ്പിച്ച് പെയ്യാനാണോ ഈ മാറിക്കലെന്ന് പറയാനും കഴിയൂല. അപ്പോൾ മക്കളെല്ലാവരും ഒന്നും അത് സ്കൂൾക്ക് പോകണില്ല കേട്ടോ. വലിയ ചെമ്പ് ഇവിടെ കയറ്റി വെച്ചോണ്ട് തന്നെ ഇന്ന് സ്കൂൾക്ക് പോകണില്ല. ഒക്കെ അക്കരെ കേട്ടോ പഠിക്കുന്നത്. അക്കരെ എന്ന് പറയുമ്പോൾ നമ്മൾ മമ്പാടാണ് പഠിക്കുന്നത്. അപ്പോൾ ബസ്സും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ മക്കൾ പോകണില്ല. അങ്ങനെ ഓലൊക്കെ ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതാക്കണ കുറച്ച് ആൾക്കാർ പായസം വെപ്പാണ്. കുറച്ച് ഞാൻ ഓൺ വോയിസും കൊടുക്കുന്നുണ്ട്, കുറച്ച് വോയിസ് ഓവറും കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മളെ ക്ലബ്ബിൽ ഭയങ്കര പാട്ടാണ് പാടുന്നത്. അപ്പോൾ കോപ്പിറൈറ്റ് ചെയ്യരുതല്ലോ നമുക്ക്, എല്ലാതും ആണല്ലോ നോക്കുക. അപ്പോൾ ചെറിയ കുട്ടികൾ ഇതാക്കണ സ്കൂളിൽ പോകുന്നുണ്ട് കേട്ടോ. LP കുട്ടികളാണ് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ നിച്ചൊക്കെ പതാകയൊക്കെ പിടിച്ചിട്ടാണ് പോണത്. പിന്നെ ഗീതുമോളും ഇതാക്കുന്നു ഇവിടെ ഉണ്ട്. അതിലൊക്കെ ഫോട്ടോ എടുക്കാനാക്കെന്നൊക്കെ പറഞ്ഞിട്ടാണ് നിർത്തുന്നത്. പിന്നെ പാറുണ്ട്, റീനുണ്ട്, ഗീതുണ്ട്, എല്ലാവരും ഇതാക്കണം വെള്ളമെടുപ്പൊക്കെ ഇട്ടാണ്ട് കുറേ എയർബാൻഡും വളയും മാലയൊക്കെ ആയിട്ട് തകൃതിയായിട്ടുള്ള ഒരുക്കൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. തലയിലൊക്കെ എത്രങ്ങാനും പതാകയാണ് ഉയർന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കുട്ടികളും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ചെറുപ്പത്തിലേക്ക് കുറേ സാധനമാണേന്ന് ഒരു കുത്തി കൊടുക്കാനൊക്കെ ആയിട്ട്. അത് ഫാൻസിയിൽ കാണുമ്പോൾ ഒരു പൂതിയാണല്ലോ വാങ്ങാനും കുട്ടിയൊക്കെ കുത്തി കൊടുക്കാനും. അത് പ്രത്യേകിച്ച് നമുക്ക് പെൺകുട്ടികളാകുമ്പോൾ അങ്ങനെ പതാക ഉയർത്തൽ ഇതാകണ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. 2 മുട്ടായി അതിൻ്റെ ഇടയിൽ കൂടെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ അംഗൻവാടിയത്തെ പതാകയാണ് കേട്ടോ. ഓരോ സ്ഥലത്തും ഓരോ പതാക ഉണ്ടല്ലോ. ക്ലബിൻ്റെ വക അത് വേറെ ഉണ്ട്, പിന്നെ അംഗൻവാടീൻ്റെ വക ഉണ്ട്, പിന്നെ അവിടെ നമ്മളെ ആശുപത്രി ഉണ്ട്, ഗവൺമെൻറ് ആശുപത്രി ഉണ്ട്, ആയുർവേദാശുപത്രി. അപ്പോൾ അതിൻ്റെ തൂക്കലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പതാകകൾ ഇവിടെ തൂങ്ങി ഇപ്പോൾ ഈ ഒരു നേരം ആയപ്പോത്തിന്. അപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പായസത്തിൻ്റെ അടുത്ത് നിന്ന് തൊട്ടിപ്പുറത്ത് കണ്ട് മാറി നിന്നതാണ്. ഏതായാലും പതാക ഒന്ന് ഉയർത്തട്ടെ. അത് ഞാൻ നോക്കാം. അങ്ങനെ പായസം ഇതാക്കണ ഏകദേശം 3/4 ഭാഗാണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തുള്ളത് തേങ്ങാപ്പാലൊക്കെ ഒഴിക്കണതിന് മുന്നേ അതൊന്ന് ആക്കി കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ക്ലബ്ബത്തെ ചെക്കന്മാരും ഒക്കെയാണ്, നമ്മളെ കുട്ടികളൊക്കെ തന്നെയാണ് പാല് പിഴിയണം കാര്യങ്ങളൊക്കെ. അപ്പോൾ വെക്കാൻ അത്ര റിസ്ക് ഇല്ല. പക്ഷേ ആ ഒരു പാലെടുക്കലുണ്ടല്ലോ, തേങ്ങ ചിരവി അതൊന്ന് പാലെടുക്കൽ ഭയങ്കര റിസ്ക്കില്ല പരിപാടിയല്ലോ. അത് ആണുങ്ങൾക്ക് കൊണ്ടേ പറ്റുള്ളൂ എന്നല്ല, ആ ഓലെടുക്കുമ്പോഴാണല്ലോ നമുക്ക് വേറെ എന്തെങ്കിലും പണിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെയാണല്ലോ. അത് ഓലാണ് കേട്ടോ. കുറേ പാലൊക്കെ ഇടുക, 1-ാം പാല് 2-ാം പാല് 3-ാം പാല് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് പാല് ആ ചെക്കന്മാരവിടെ എടുത്ത്. അപ്പോൾ ഞങ്ങൾ ഇതാക്കണ വെപ്പുകാർ മാത്രമാണ് ഞങ്ങൾ കേട്ടോ. ഏതായാലും ഞങ്ങൾ പായസം വെക്കണ ഇടയിൽ കൂടെ ഇതാക്കണ് നമ്മളെ അംഗൻവാടിയിൽ മെമ്പർ വരാൻ ഇത്തിരി നേരം വൈകിയിട്ടുണ്ടായിരുന്നു. അപ്പം മെമ്പറെ കാത്തുനിന്നാണ് ഇതുവരെ.
അങ്ങനെ പിന്നെ എല്ലാവരും കൂടി സന്തോഷത്തോടെ അങ്ങോട്ട് കൊടി അങ്ങോട്ട് ഉയർത്തിയിട്ടോ. അപ്പോൾ ഒരു നമ്മൾ വന്ദേമാതരമൊക്കെ പാടിയിട്ട് ഉഷാറായിട്ട് അങ്ങോട്ട് കൊടി ഉയർത്തിയിട്ടുണ്ട്. ഉയർത്തുകയാണ്, അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാനവിടെ പായസത്തിങ്ങലേന്നും ഇതൊക്കെ നമ്മളെ ഉണ്ണിമോള് വീഡിയോ എടുത്തതാണ് കേട്ടോ. എനിക്കിത് ഈ ഒരു നേരം ഇവിടെ വരാനുള്ള ടൈമില്ലേന്നു, അവിടെ ഭയങ്കര പരിപാടിയില്ലേന്നു. അങ്ങനെ ഞങ്ങൾ ഇതാക്കണ ബാക്കിയുള്ള പരിപാടി നോക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല തന്നെയായിരുന്നു കേട്ടോ. ഞാൻ അവിടെ എന്തൊക്കെയോ പരിപാടിയിലായിരുന്നു. അപ്പോൾ ഏതായാലും ഒരാൾ വീഡിയോ എടുക്കാനുണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ, ഒരു സന്തോഷമാണ് നമുക്ക് കാണുമ്പോൾ. പിന്നെ കുറേ ആൾക്കാർ കേട്ടോ എന്നെ എടുക്കല്ലി എന്ന് പറയുന്ന കുറേ ചെക്കന്മാരുണ്ടായിരുന്നു. കുറേ പെണ്ണുങ്ങളൊന്നും അങ്ങനെ ഇപ്പോൾ പൊതുവേ അങ്ങനെ പറയലില്ല, എടുക്കല്ലി എന്ന് പറയലില്ല. എന്തോ ഓൽക്ക് എല്ലാവർക്കും മാറ്റം വന്നിട്ടുണ്ട്, അതന്നെ വലിയ സന്തോഷമുണ്ട്. അപ്പം അങ്ങനെ കൊടിയൊക്കെ ഉയർത്തി നമ്മളെ ദേശീയഗാനമൊക്കെ പാടി അതങ്ങോട്ട് ആഘോഷിച്ചിട്ടുണ്ട്. അതങ്ങോട്ട് ആ ഒരു സമാധാനമാണല്ലേ, ഓരോന്നും ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മൾ ബ്രിട്ടീഷുകാരെ ആ ഒരു കാലിനോട്ട് കിടക്കേണ്ട അവസ്ഥയെന്ന്. അപ്പോൾ അതൊന്നും ആലോചിക്കാൻ വയ്യ. അപ്പോൾ നമ്മൾ വരുന്നതിൻ്റെ മുന്നേ എത്രയോ കൊല്ലം മുന്നേ ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നമുക്ക് ഇതാക്കണത് നെളിഞ്ഞ് നടക്കാനായില്ലേ, അങ്ങനെയാണ് പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ് പോണത്. അത് കഴിഞ്ഞേരം പിന്നെ നമ്മളെ ക്ലബ്ബിൽ ഉയർത്തിയിട്ടോ. ക്ലബ്ബിൽ നമ്മളെ വല്യമ്മയാണ് ഉയർത്തിയത്. അപ്പോൾ കുറേ നമ്മളെ ഈ ചുറ്റുവട്ടത്തിൽ തന്നെ കുറച്ച് പ്രായമായത് വല്യമ്മ തന്നെയാണ് കേട്ടോ. അപ്പം അമ്പലകുന്നമത്തെ വല്യമ്മയാണ് ഉയർത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു സന്തോഷമാണല്ലോ, കുറച്ച് വയസ്സായവരെ കൊണ്ട് ഉയർത്തുമാലി നമ്മളെ തലമൂത്തവരെ കൊണ്ട് ഉയർത്തുമ്പം നമുക്കും തന്നെ ആ ഒരു കാണാനും കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനൊക്കെ ഒരു സന്തോഷമാണ്. നിങ്ങളവിടെയൊക്കെ ഇങ്ങനെയാണ്, നമ്മളവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ വീഡിയോ എടുക്കുമ്പം തന്നെ നമ്മൾ അങ്ങനെ അധികം വർത്താനം കാര്യങ്ങളൊന്നും പറയലില്ല, ചിരി മാത്രമേ വരലുള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ ഓൺ വോയിസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ പിന്നെ കലപല കുട്ടികളെ ഒച്ചയും വിളിയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ടീച്ചറും കുട്ടികളും അംഗൻവാടിക്ക് തിരിച്ചു പോവുകയാണ് ഇവിടുത്തെ ആ ഒരു പതാക ഉയർത്തലും കഴിഞ്ഞിട്ട്. അപ്പോൾ കുട്ടികളൊക്കെ അതാകുന്ന ഇങ്ങനെ ഉടുപ്പും പിന്നെ എയർ ബാൻഡും അങ്ങനെ വളയൊക്കെ ഇട്ട് വരുമ്പോൾ തന്നെ കാണാനൊരു രസമല്ല, അതും ഇങ്ങനെ പീക്കിരി കുട്ടികളാവുമ്പോൾ. അപ്പോൾ ഓളെന്താ വീഡിയോയിൽ കയ്യൊക്കെ കാട്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ രണ്ടാൾ അവിടെ നിന്ന് നടന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓല വീഡിയോ എടുക്കാനായിട്ടാണ് ഇത്രയും നേരം നിന്നത്. ഓല ഫോട്ടോ ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പായസത്തിൻ്റെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ മീൻകാരൻ പോണ്ട്, മീൻകാരനെ നിർത്തണം. അതാണ് ഇല്ലോന്നുള്ളൊരിടങ്ങ് ഇങ്ങടാക്കി അഭിനയിന്ന് കളിയാക്കും, അവിടെ അഭിനയിന്ന് കളിയാക്കും. ഫോട്ടോ എടുത്താൽ അങ്ങനെ അന്നാ പാല വെച്ചോ. നാട്ടിലേക്ക് പറഞ്ഞാൽ മതി. അങ്ങനെ പായസമൊക്കെ ആയി, പായസമൊക്കെ വറവിട്ട് ഇതാക്കണം. ബാക്കിയല്ല ഫുള്ളായിട്ട് ചെമ്പോട് കൂടി നമ്മൾ ക്ലബ്ബിലെത്തിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അവിടെ വെച്ചിട്ടാണ് വിതരണം ഉണ്ടാവുക. ഏതായാലും ഭയങ്കര ചൂടാണ്, എല്ലാവരും കൂടി പിടിച്ചിട്ടാണ് കൊണ്ടുപോണത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ പൂമ്പാറ്റ കുട്ടികൾ കുറേ നേരമായി നടക്കണത്. അങ്ങനെ കുറേ നേരം കാത്തു നിന്നപ്പോൾ വെപ്പുകാർക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ പായസം. അങ്ങനെ നല്ല മധുരം ഉണ്ടായിരുന്നു പായസം, നല്ല തിരക്കേടില്ലാത്ത പായസം തന്നെയായിരുന്നു. അപ്പം ഞങ്ങളെ ഇൻഡിപെൻഡൻസ് ഡേ ഇങ്ങനെയാണ് ആഘോഷിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെ ആഘോഷിച്ചതെന്നൊന്ന് വീഡിയോ ഇടാനും കമൻറ്റ് ഇടാനും മറക്കണ്ട കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെച്ചോളി. ഇനി ഏതായാലും നമുക്ക് ഓണപ്പരിപാടി ഇങ്ങനെ വിപുലമായി ആഘോഷിക്കാം. ഏതായാലും ഇത്ര തന്നെ ഉള്ളൂ. ബൈ ബൈ.